ഇതാണ് കല്ലറ. കോട്ടയത്തെയും ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുള്ള ഒരു ഗ്രാമം. പണ്ട് ആലപ്പുഴയിലേക്ക് ചെങ്കല്ലുകൾ കൊണ്ടുപോയിരുന്നത് ഈ കല്ലറയിൽ നിന്നുമായിരുന്നു. കല്ലുകളുടെ നാട്, അങ്ങനെ കല്ലറയായി. പക്ഷേ അന്ന് ആലപ്പുഴയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് വള്ളത്തേലായിരുന്നു. 15 തുരുത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് കല്ലറയും ആലപ്പുഴയും ബന്ധിപ്പിക്കുന്ന കല്ലറ വെച്ചൂർ റോഡുണ്ടായത് ഒരു മഹാ അത്ഭുതമാണ്. അതിൻ്റെ പിന്നിൽ ഒരു വൈദികൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ആ റോഡ് വന്നതോടുകൂടി കല്ലറ മാറി, ഒരു ദേശത്തിൻ്റെ മുഖം തന്നെ മാറി. അവിടുത്തെ ഗ്രാമവാസികളുടെ ജീവിതം തന്നെ മാറി. അതിൻ്റെ നന്ദിയായിട്ടാണ് കല്ലറ നിവാസികൾ കഴിഞ്ഞ ദിവസം ആ റോഡിനു വേണ്ടി കഷ്ടപ്പെട്ട വൈദികൻ്റെ ഒരു പ്രതിമ ഈ വഴിവക്കിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ആ വൈദികൻ്റെ ജീവിതകഥയിലേക്ക്. വിരുതിയിലച്ഛൻ, എല്ലാവരും വിളിക്കുന്ന വഴിയച്ഛൻ. ഈശോ വഴിയായിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ അച്ഛനെ ഓർത്തെടുക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ കാണുന്നത്. വിജയപുരം രൂപതയിലെ വൈദികനായിരുന്നു ഞാൻ. കൊച്ചച്ഛനായിട്ട് ഒരു തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പാളയം പള്ളിയുടെ പള്ളിമേടയിൽ നിന്ന് വെച്ച് അച്ഛൻ്റെ രൂപതക്കാരൻ്റെ പിടിയുണ്ട്. ഞാൻ ചെല്ലുമ്പം ഇത്രയും മുഷിഞ്ഞ ലോഹ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ ലോഹ അത്രയും മുഷിയാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. അത്രയ്ക്ക് മുഷിഞ്ഞൊരു ലോഹയൊക്കെ ധരിച്ച് 3-4 ബട്ടൺസൊക്കെ തുറന്നിട്ട് കുറച്ചധികം ഫയലുകളുടെ നടുക്കൽ ഈ പ്രായമായ അച്ഛൻ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്തേ? അതെ, ആ നാട്ടിലൊരു വഴിയുടെ കാര്യം ശരിയാക്കാനുണ്ട്, ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് MLA പറഞ്ഞിരിക്കുക. ഞാൻ അത്ഭുതത്തോടെ നോക്കി അച്ഛനെ. അച്ഛൻ്റെ തീഷ്ണത, അച്ഛൻ്റെ കണ്ണുകളിലെ വെളിച്ചമൊക്കെ ആർക്കോ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നടക്കുക ഈ മനുഷ്യൻ. ആ ദേശം മുഴുവൻ വഴികൾ പണിത് ക്രിസ്തു വഴിയാണെന്നുള്ള ആ സുവിശേഷമൊക്കെ കാണിച്ചു തന്ന ഒരു പിൻതലമുറയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്കൊരു വെല്ലുവിളിയായിട്ട് ഈ അച്ഛനെ തോന്നുക. കാലഘട്ടത്തിൽ ജീവിച്ചു പോയ, ഒരിക്കലും മറന്നു കളയാൻ പറ്റാത്ത ശ്രേഷ്ഠ വൈദിക ഗണത്തിൽ തീർച്ചയായും ഒരാളായിരുന്നു നമ്മുടെ വിരുതിയിലച്ഛനും. ഒരുപാട് അഭിമാനമുണ്ട് ഈ രൂപതയുടെ ആദ്യകാലത്ത് ഈ രൂപതയുടെ മണ്ണിലൂടെ നടന്നുപോയ ആ പുരോഹിതൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ ചൂട് വയ്ക്കാൻ എനിക്കും ആയല്ലോ. അത്രയൊന്നും വഴിവെട്ടാനായില്ലെങ്കിലും വഴിവെട്ടണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അച്ഛൻ തരിക. സാധാരണക്കാരൻ, വെരി സിമ്പിൾ, വളരെ സാധാരണമായിട്ടുള്ള ഭാഷ സംസാരിച്ച് പക്ഷെ ഉന്നതമായ കാര്യങ്ങളിൽ ഇടപെട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ അവസരമൊരുക്കി കൊടുത്ത പ്രിയപ്പെട്ട വഴിയച്ഛൻ. ഇതാണ് ഫാദർ തോമസ് വിരുതിയിൽ, അല്ലെങ്കിൽ വഴിയച്ഛൻ എന്നറിയപ്പെടുന്ന അച്ഛൻ്റെ പ്രതിമ. മാർച്ച് മാസം മന്ത്രി VN വാസവനാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അതിന് ശേഷം അച്ഛൻ പണിത പാലത്തിൻ്റെ മുകളിലൂടെ ഈ കല്ലറ വെച്ചൂർ ഈ റോഡിലൂടെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചു. അച്ഛന് നന്ദി സൂചകമായി അവർ പണിത ഈ പ്രതിമയുടെ മുമ്പിൽ ഇതുവഴി ആലപ്പുഴ കാണുവാൻ, കുട്ടനാട് കാണുവാൻ കടന്നു പോകുന്ന മിക്ക ടൂറിസ്റ്റുകളും ഇവിടെ നിർത്തി ഇതാരാണെന്ന് അന്വേഷിക്കുന്നു. ഈ മഹാനായ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് 100 നാവാണ്. എൻ്റെ പേര് ടോമി പൗലോസ്, വല്ലേശ്വരയിൽ എന്ന് പറയും. അപ്പോൾ എനിക്കാണ്ട് 26 വയസ്സേ ഉള്ളൂ. ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ല. ആ സമയം അതിന് ഒരു 2-3 വർഷം മുമ്പാണ് തന്നെ അച്ഛൻ കല്ലറയിൽ നിന്നും വെച്ചൂർക്ക്, അല്ലെങ്കിൽ വെച്ചൂരിൽ നിന്ന് കല്ലറയ്ക്ക് ഒരു വഴി ഉണ്ടാക്കി വെച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ് ഒരു വഴി, കല്ലറ വെച്ചൂർ വഴി റോഡെന്ന് പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റിൽ ടോക്കൺ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലെ ഒരു ക്ലബിലെ ചെറുപ്പക്കാർ പോയി അച്ഛനെ കാണുകയും അച്ഛനെ അവിടെ വിളിച്ചുകൊണ്ട് വരികയും ഇവിടെ മണവേലി ജോബ് എന്ന വ്യക്തിയുടെ അന്നത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് കൂടുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നത്തെ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ശേഖരനും അച്ഛനും കൂടെയാണ് ഈ വഴി ഏതാണ്ട് ഒരു 45 വർഷം മുമ്പാട് വെട്ടാൻ ആരംഭിച്ചത് ഇടയാഴം ജംഗ്ഷനിലേക്ക്. ഈ പാടശേഖരത്ത് നിന്നൊരു പൊതുവായ റോഡ് ഇല്ല. അതായത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ പോകാനോ ഒന്നും ഒരു പൊതുവായിട്ട് റോഡില്ല, സഞ്ചാര സൗകര്യമില്ല, പാടശേഖരങ്ങളാണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് മനോരമ അച്ഛനെ കുറിച്ചുള്ളൊരു വാർത്ത കാണുന്നത്. വഴിയച്ഛൻ എന്നും പറഞ്ഞ് ഇങ്ങനെ റോഡില്ലാത്തവർക്ക് റോഡ് വെട്ടി കൊടുക്കാൻ നേതൃത്വം കൊടുക്കുന്നു, പിന്നെ വെള്ളമില്ലാത്തടത്തൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ള ക്ഷാമമുള്ളിടത്തൊക്കെ ചെന്ന് പിന്നെ ഇങ്ങനെ വെള്ളം കണ്ടെത്തി കൊടുക്കുന്ന കാര്യങ്ങളുമായിട്ടൊരു അച്ഛൻ ഉണ്ട് എന്നിങ്ങനെ പേപ്പറിൽ കണ്ട് വാർത്ത അറിഞ്ഞ് അന്ന് ഞാനിതിൻ്റെ പ്രസിഡൻ്റ് ക്ലബിൻ്റെ ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടി ഈ അച്ഛനെ ഒന്ന് കാണാൻ തീരുമാനിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ മധുരവേരി പള്ളിയിലാണ് അച്ഛൻ്റെ ആസ്ഥാനം. അവിടെ പോയി പലവട്ടം കയറി ഇറങ്ങിയ ശേഷമാണ് ഒന്ന് കാണാൻ പറ്റുക. അത്രയും തിരക്കായിരുന്നു അച്ഛന്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ വള്ളത്തേലാണ് കൊണ്ടുവരുന്നത് അച്ഛന്. കിഴക്കുന്ന് കൊടുവരുത്ത വരെ അന്ന് ചെറിയ റോഡുള്ളൂ. അവിടുന്ന് വള്ളത്തെ കൊണ്ടുവന്ന് ഇവിടെ അന്നത്തെ ഒരു മെമ്പറുണ്ട്, ഒരു മണവേൽ ജോബ് എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം അച്ഛനായിട്ട് യോഗം കൂടുന്നത്, പൊതുയോഗം. അപ്പോൾ കുറേ അധികം ആൾക്കാരൊക്കെ കൂടി. പക്ഷേ ഇതിനൊരു ഈ റോഡ് ഏത് രീതിയിലായിരിക്കണം, അതായത് ഭാവിയെ കൂടെ കണ്ടു വേണം ഈ റോഡ് ഫോം ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അച്ഛൻ വെച്ചത്. അതായത് വീതി. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വീതിയിലൊക്കെ റോഡിന് സ്ഥലം തരിക എന്ന് പറഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം പല ചർച്ചകൾ നടന്നു അതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും അച്ഛനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു റോഡ് എങ്ങനെ വെട്ടണം എന്നുള്ളത്. അപ്പം മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇതിന് രൂപം കൊണ്ടായിരുന്നു, ഈ റോഡ് എങ്ങനെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കമ്മിറ്റിയൊക്കെ എടുത്ത് അച്ഛനിവിടെ വന്ന് അങ്ങനെ ആദ്യം ഞങ്ങളുടെ പല പ്രാവശ്യം ഇങ്ങനെ നടന്നു കല്ലറ വരെ ഈ റോഡ് എതിലൂടെ പോകണമെന്നുള്ളത്. എങ്ങനെ തുടങ്ങണമെന്നുള്ള പോലെ ഒരു ഭയങ്കര ആശയക്കുഴപ്പമില്ല. കാരണം ഇത് ഈ പാടശേഖരങ്ങളുടെ നടുവിൽ കൂടെ സൈഡിൽ കൂടെയൊക്കെ ഒരു റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മാൻ പവർ, മനുഷ്യ പ്രയത്നം വേണമല്ലോ. ഇതിൻ്റെ ഫണ്ടില്ല. ഈ ആൾക്കാരിൽ നിന്നും പിരിവെടുത്ത് ഇങ്ങനെ ഇത്ര 8 കിലോമീറ്റർ നീളത്തിൽ. അപ്പോൾ അച്ഛൻ പറയണത് ചുരുങ്ങിയത് 8 മീറ്റർ വീതി വേണം കരഭാഗങ്ങളിൽ, അല്ലാത്തടത്ത് 12 മീറ്റർ വീതി വേണം. ഒന്ന് ഇത് ആൾക്കാർ സമ്മോത്രം തരാൻ പഠിക്കും. അപ്പോൾ ആ ഒരു സമ്മോത്രം കിട്ടിയാലാത്ത കൊണ്ട് അതാ തരാൻ തയ്യാറുള്ളവരുമുണ്ട്. അപ്പോൾ ഒരു കാര്യം സമ്മോത്രം വാങ്ങിക്കേണ്ടത് തീരുമാനിച്ചു. അപ്പം ജനങ്ങളെ കൂട്ടി റോഡ് വെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന് രൂപവും ഭാവമൊന്നുമില്ല, ഇതിൻ്റെ ഫണ്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കുറേ നല്ല മനുഷ്യർ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി പോരെങ്കിൽ അത്രയും വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടുള്ള പ്രദേശമൊന്നുമല്ല ഇത്. പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ഈ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ. ഏതായാലും അതൊരു ഭയങ്കര വിപ്ലവകരമായ മുന്നേറ്റമായിപ്പോയത്. ആൾക്കാർ നല്ലപോലെ സംഘടിച്ച് വഴി വെട്ടാൻ തുടങ്ങി. തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അതായിട്ട് ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ തടസ്സങ്ങളൊക്കെ. ആൾക്കാർ പിരിവാണ്. രാവിലെ പെണ്ണുങ്ങളൊക്കെ പോകും. അരി മുതൽ തേങ്ങ, കപ്പ, കുറച്ച് പൈസ ഇതൊക്കെ കൊണ്ടുവരും. കഞ്ഞി വെച്ച് കുടിക്കും, എല്ലാവരും കൊടുക്കും. ചിലപ്പോൾ ഇച്ചിരി കപ്പ ആരും കിട്ടുക, കപ്പ പിഴുകി കൊടുക്കും ആൾക്കാർക്ക്. പക്ഷേ ആൾക്കാർക്ക് ഒന്നും ഒരു പരാതിയില്ല കാര്യത്തിൽ. കാരണം ഇത് റോഡ് ആവശ്യമാണെന്നുള്ളൊരു ചിന്ത വന്നു. അന്ന് ഇതുപോലെ പഞ്ചായത്തിൻ്റെ സഹായങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സഹായങ്ങളോ ഒന്നും പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ല. അപ്പോൾ റോഡ് ഫോർമേഷൻ നടത്തി കട്ട അപ്പുറത്തും ഇപ്പുറത്തും വെട്ടി റോഡ് പോലെ ആക്കി കിഴക്കേറ്റം വരെ ആക്കി. അത് ഇന്നത്തെ കാലത്തൊക്കെ അന്ന് ഇത്രയും വലിയ ഈ വാർത്താ സംവിധാനമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും വലിയ ശ്രമദാന പ്രസ്ഥാനം നടന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ റോഡിന് വേണ്ടിയിട്ട്. അത്രയ്ക്ക് മാൻപവർ ആൾക്കാർ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചു. ഇന്നൊക്കെ ആ കാര്യങ്ങൾ പറയുമ്പോൾ അതത്രയ്ക്ക് മനുഷ്യൻ വിശ്വസിക്കുമെന്ന് അറിയാൻ പാടില്ല. കാരണം ഈ ഗോതമ്പ് വേണ്ട മേടിച്ചുകൊണ്ട് ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പടിയുക. പെരുന്നിട്ടൊരു പാലുണ്ടോ അച്ഛൻ്റെ പൈസ മുടക്കി തന്നെ ചെയ്താൽ വേണം പറയാൻ ആദ്യം. അത് രണ്ടാമതാണ് അതൊന്ന് വിപുലീകരിച്ച് ഉറപ്പുള്ള പാലമാക്കിയത്. ഇത് അച്ഛൻ്റെ കണ്ട് ഷെയർ വിറ്റ കാശാവിറ്റ ഭൂമിയുടെ വീതം കിട്ടിയ കാശാവിറ്റ അതൊക്കെ ചെലവഴിച്ചത്. അങ്ങനെ ആ പാലമൊക്കെ പണ്ട് കല്ലറ വെച്ചൂർ റോഡും കല്ലൂര റോഡും ഒക്കെ വെട്ടിച്ച സമയത്ത് മധുരവേലി താമസിച്ച സമയത്ത് ഈ റോഡുകൾ വെട്ടുന്ന ആവശ്യത്തിലേക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നപ്പോൾ ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും
വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. പിതാവ് വിട്ടുകൊടുത്തു. അതെല്ലാം വിറ്റ് ഈ റോഡുകൾക്ക് വേണ്ടി അച്ഛൻ ചെലവഴിക്കുകയാണ് ചെയ്തത്. അച്ഛൻ്റെ കുടുംബഭാഗം മുഴുവൻ അച്ഛൻ വിറ്റ് റോഡുകൾക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ആ കാലങ്ങളിലൊന്നും അച്ഛൻ അവസാന കാലങ്ങളിലാണ് ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ചെരുപ്പിടിയാലായിരുന്നു, സൈക്കിളിലാണ് ആ കാലങ്ങളിലെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. സൈക്കിൾ ചവിട്ടി വെച്ചൂര് വരെ ഈ റോഡുകളെല്ലാം വെട്ടിക്കുന്ന സമയത്തെല്ലാം സൈക്കിളല്ല നടന്നത്, കിലോമീറ്ററുകൾ സൈക്കിളിലാണ് നടന്നുകൊണ്ടിരുന്നത്. അച്ഛൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ 3 പെൺകുട്ടികൾ സന്ധ്യാസമയത്ത് വഴിയെ ഓടി വരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, അച്ഛൻ ചോദിച്ചു, നിങ്ങളെല്ലാം ഇതെവിടെ പോയി ഇത്ര താമസിച്ച് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 പെൺകുട്ടികളാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ കോളേജിൽ പോയിട്ട് ബസ്സില്ലാത്തതുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ ആ കാലങ്ങളിൽ മുട്ടിയറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അച്ഛൻ മധുരയിൽ ഭാഗത്തായിരുന്നു. മധുരയിൽ ഭാഗത്തേക്ക് അത് 3-4 കിലോമീറ്റർ ഓടി വരികയാണ് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെല്ലാൻ വേണ്ടി. അച്ഛൻ പറയാം, അതിനുശേഷമാണ് അച്ഛൻ ഈ മുട്ടിയറ പമ്പിൻ്റെ അവിടെ മുതൽ കല്ലറ വരെയും കുറുപ്പന്തറ കടവ് മുതൽ കല്ലറ വരെയും ഉള്ള റോഡുകൾ വീതിപ്പെടുത്തിയതിന് ശേഷമാണ് കല്ലറയ്ക്ക് ഇത്രയും വാഹന സൗകര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അന്ന് അച്ഛൻ്റെ പൊതുയോഗത്തിൽ പറഞ്ഞത്, ഈ കുറേ നാൾ കഴിയുമ്പം നിങ്ങൾ എന്നെ പ്രാവും. കാരണം ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കും കുറേ നേരം. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞത് കുമളി, ഈരാറ്റുപേട്ട, പിന്നെ പാല, അവിടെ നിന്നുള്ള വാഹനങ്ങളൊക്കെ ഈ റോഡ് തീർന്നു കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും വലിയ കാഴ്ചപ്പാടുകളൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്ന് അറിയാൻ മേല, പരിശുദ്ധാത്മാവിൻ്റെ കൃപാകരത്താൽ പറഞ്ഞതാണോ എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഈ റോഡ് ഇപ്പം നമ്മൾ ചെറിയ വഴിയാണ് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതൊരു മിനി ഹൈവേ ആവും. ഇപ്പോൾ വിജയജോസഫ് അന്ന് പിന്നെ മന്ത്രിയാണ്, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ പിന്നെ ഫണ്ട് അദ്ദേഹം തന്നെ കൈമലർത്തി, അച്ഛൻ എന്താണെന്നാണ് ഈ പറയണത് എന്ന് പറഞ്ഞു. അത് ദൈവം തരും എന്ന് പറഞ്ഞവിടെ എന്ത് തന്നെയാലും ഇപ്പം മിനി ഹൈവേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണ്ടും ഗവൺമെൻറ് ഈ റോഡിന് പിന്നെ ജനങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തത് ഏകദേശം 70 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. സൗജന്യമായിട്ട് കൊടുത്തതാണ്. അത് ഈ അടുത്ത കാലത്താണ്, ഇപ്പോൾ ഈ റീസർവേ വന്ന സമയത്താണ് അതിൻ്റെ കരം പോലും നമ്മളിൽ നിന്ന് ഒഴിവാക്കിയത്, ഇപ്പോൾ ഗവൺമെൻറ് പുറമ്പോക്കായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അച്ഛൻ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു ഇതേപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് വെള്ളിയാറ, ഞാണുപറമ്പ്, ഈട്ടുംപുറം, കിഴക്കോട്ട് ചെല്ലുമ്പം കൊടുതുരുത്ത്, ഉദിയന്തറ, പെരുന്തുരുത്ത്, കാക്കത്തുരുത്ത്, പിന്നെ കൊടുതുരുത്തിൻ്റെയും ഉദിയന്തരയുടെ ഇടയ്ക്ക് പിന്നെ ഒരു പള്ളിയുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി, അതൊരു തുരുത്താണ്. തുരുത്തുകളെ ടച്ച് ചെയ്താണ് ഈ വഴി അച്ഛൻ രൂപകൽപ്പന ചെയ്തത്. ഇളന്തത്തിൽ അപ്പച്ചൻ്റെ കുറേ കപ്പക്കമ്പും അച്ഛൻ്റെ പഴയ ലോഹയും വലിച്ചു കീറി ഇതിനൊരു കൊടി കുത്തി റോഡിൻ്റെ രൂപരേഖയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് വത്സല. അന്ന് എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നു അച്ഛൻ ഇവിടെ വരുന്ന കാലഘട്ടത്ത്. അന്ന് എൻ്റെ വീട്ടുപേര് പള്ളത്തശ്ശേരി എന്നായിരുന്നു. അന്നത്തെ റോഡ് വെട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റണ്ട. ഞങ്ങൾക്ക് ഈ രാജ്യം മുഴുവനും നടന്ന് പിരിവെടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉച്ചഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പിരിവെടുത്ത് ഓരോ വീടുകളിലൊക്കെ നടന്ന് ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് ചെയ്യുമ്പോൾ അച്ഛൻ അതിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ണിയോന്നും കട്ടയോന്നും ഒക്കെ റോഡാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ടാറിങ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സഞ്ചാരം ഇല്ലാത്ത യോഗ്യതയായി മാറി. അച്ഛൻ റോഡ് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അച്ഛൻ തന്നപ്പോഴത്തെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പണിയെടുക്കാനുണ്ടായിരുന്നു. വൈക്കം വരെയൊക്കെ ഞങ്ങൾ സത്യാഗ്രഹത്തിന് പോയി. ഇത് തലയാഴം പഞ്ചായത്തിലേക്ക് പോയ റോഡ് വെച്ചൂർ പഞ്ചായത്തിൻ്റെ നല്ലവരായ ഞങ്ങളുടെ ആൾക്കാരുടെ സഹകരണം ഉള്ളത് കൊണ്ട് ഞങ്ങളത് വൈക്കം വരെയൊക്കെ നടന്ന് ഞങ്ങൾ സ്വന്തമാക്കി. അച്ഛൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങളത് വെച്ചൊരു കല്ലറയാക്കി മാറ്റിയെടുത്ത് റോഡായി. നല്ല രീതിയിലുള്ള റോഡ് അച്ഛനൊരു മുദ്രാവാക്യം എഴുതി തന്ന് ഞങ്ങളത് പാട്ടാക്കി മാറ്റിയെടുത്ത്. എന്നിട്ട് കുഞ്ചപ്പാടത്തൊക്കെ പോയി ഞങ്ങളത് പാടുമായിരുന്നു. എന്താണ് ഈ കാണണതേ, വയലിൻ നടുവിൽ കാണണതേ, അയ്യോ റോഡാണേ, വെച്ചൂർക്കല്ലറ റോഡാണേ, നൂറുകണക്കിന് ഹരിജന വീടുകൾ തിങ്ങിപ്പാർക്കും തുരുത്തുകളെ കോർത്തിണക്കിയ റോഡാണേ, വെച്ചൂർക്കല്ലറ റോഡാണേ, വെള്ളവുമില്ല വെളിച്ചവുമില്ല, രോഗം വന്നാൽ ചികിത്സയുമില്ല, ഇതെന്ത് ന്യായം സർക്കാരേ, മറുപടി പറയൂ സർക്കാരേ. ഇതും പറഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ വൈക്കത്ത് പോയത്. ഇത് മുദ്രാവാക്യമായിരുന്നു അച്ഛൻ അങ്ങ് എഴുതി തന്നെ. അത് ഞങ്ങളത് പുഞ്ചക്കരി പാട്ട് അന്ന് പാടത്തിറങ്ങുമ്പോഴേ പാട്ട് വേണം. അപ്പം ഇതൊക്കെ പാട്ട് പാടി ഞങ്ങൾ
രസിച്ച് അന്നത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ പാട്ട് ഇത് ഞങ്ങൾ മുദ്രാവാക്യം പാട്ടാക്കി പാടിയതിന്. അപ്പം അച്ഛൻ്റെ ഈ കഴിഞ്ഞ നാളിൽ ദേശാഭിമാനിയിൽ അച്ഛൻ്റെ പടം കണ്ടപ്പോൾ അന്ന് അച്ഛൻ ആദ്യമായിട്ട് വന്നപ്പം ആ രൂപമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അന്ന് തോന്നിയത്. ആ അച്ഛൻ ഇതിലെ നടന്ന് ഏതെല്ലാം രൂപതയിലും കാശ് ഉണ്ടാക്കി ഞങ്ങൾക്ക് പിന്നെ ദിവസവും പണി തന്ന് ഗോതമ്പ് തന്ന് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ വെച്ചൂർ കല്ലറ റോഡ് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ സന്തോഷം ഒത്തിരി ഉണ്ട് ഞങ്ങൾക്ക്. അച്ഛൻ ആദ്യം ചെയ്തത് ഒരു വലിയ കമ്പി മേടിച്ചു, 12 ഇഞ്ചിൻ്റെ. ആ കമ്പി ഇവിടെ നിന്ന് പല ഭാഗത്തും ഇങ്ങനെ കുത്തി കീഴോട്ട് ഇറക്കിയിട്ട് വെള്ളത്തിലാണ് കുറേ ആൾക്കാരുമായിട്ട് കുത്തി ഇറക്കിയിട്ട് അച്ഛൻ ചെവി വെച്ച് നോക്കും. അപ്പോൾ കുറേ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഒമക്കട്ടയാണ്, ആ ഒമക്കട്ട കഴിഞ്ഞുള്ള ഭാഗം വരുമ്പോൾ ഒരു കിരിയിരിപ്പ് വെക്കും. അപ്പോൾ അവിടെ മണ്ണായി, അത് കഴിയുമ്പം പാറയായി എന്ന് അച്ഛൻ്റെ സിദ്ധാന്തം അനുസരിച്ച് അച്ഛനത് നോട്ട് ചെയ്ത് വെച്ചു. ആ തുരുത്തിലേക്ക് കയറുന്ന വഴി ഒരു ചേട്ടൻ താമസിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ നല്ല കൊച്ചിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇരുന്ന അപ്പം ലൈൻ മാർക്ക് ചെയ്ത് പോയപ്പോഴത്തേക്ക് 1-2 തെങ്ങ് പോകുമായിരുന്നു. ആ തെങ്ങ് പറിക്കാനായിട്ട് ആൾക്കാർ ശ്രമദാനമായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ വല്യമ്മച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ മേടിച്ച് വെച്ചിരുന്ന മുളക് പൊടി എടുത്ത് കാറ്റത്തങ്ങ് വിതറി. അവിടെ നിന്ന മനുഷ്യരുടെ മുഖത്ത് മുഴുവൻ ഈ മുളക് പൊടി വീണ് കണ്ണ് കാണാൻ മേലാത്ത ദിവസം. എന്തുവേണ്ടി 2 തെങ്ങ് പറിച്ചു മാറ്റേണ്ട പാട്ടിൽ 10-15 തെങ്ങ് ആൾക്കാർ വെട്ടിക്കളയേണ്ട ഒരവസ്ഥ വന്നു. കാരണം കണ്ണ് കാണാൻ മേല ഏത് തെങ്ങ് വെട്ടണമെന്ന് ആൾക്കറിയാൻ മേലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഇത് വഴിപ്പണിയിൽ പോകുമ്പോഴത്തേക്ക് പല രസകരമായ സംഭവമുണ്ട്. ഇന്നിപ്പോൾ ആ പള്ളിയിലേക്ക് പോകാൻ നല്ല റോഡ്, ആ പള്ളിയുടെ ഒരു കുരിശുപള്ളി ഈ റോഡിൻ്റെ സൈഡിൽ പിന്നെ കുരിശുപള്ളിക്ക് ചുറ്റും വേലി, അവിടെ ആഴ്ചയിൽ കുർബാന, നൊവേന, രതീഞ്ഞ് ഇതിങ്ങനെ ഉണ്ട്. വിശ്വാസികൾക്ക് പോകാനുള്ളൊരു പിന്നെ പള്ളിയിലേക്ക് പോകാനെളുപ്പം പിന്നെ അങ്ങനെ ഒരു നല്ലൊരു സൗകര്യം. മാത്രമല്ല ഈ വഴിയെ പോകുമ്പോഴത്തേക്ക് വെള്ളം പറ്റിക്കുന്ന സമയത്തും വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയത്തും വളരെ കണ്ണിന് കൗതുകമേറുന്ന കാഴ്ച കാണാൻ എളുപ്പമുണ്ട്. അതായത് വിദേശ ഇനം പക്ഷികൾ, സൈബീരിയൻ എരണ്ട, വിവിധ ഇനം കൊക്കുകൾ, ഇതെല്ലാം വന്ന് ഈ ജലാശയത്തിൽ ഇതൊരു പൊങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് വലിയൊരു ജലാശയമായിട്ട് പിന്നെ ആയിട്ട് തോന്നും. പൂത്തിക്കരി, കൊലാമ്പലത്തിരി എല്ലാം കൃഷി കഴിഞ്ഞ്, പുത്തൻകരിയൊക്കെ കൃഷി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവത്തിലെ നെല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തിന്നാനായിട്ട് ഈ പക്ഷികളെല്ലാം വരും. ആ പക്ഷികളുടെ ചിറകടിയും പിന്നെ പറക്കലും അവരുടെ ആ ജീവിത രീതി കാണാൻ തന്നെ ധാരാളം പിന്നെ ആൾക്കാർ വന്ന് പിന്നെ ഫോട്ടോ എടുത്തു പോകുന്നത് കാണാം. പിന്നെ ഈ റോഡ് പൂർത്തീകരിച്ച സമയത്ത് സോഷ്യൽ ഫോറസ്ട്രിക്കാർ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ മരങ്ങളൊക്കെ പണിത് പിന്നെ വലിയ മരങ്ങളായി. അപ്പോൾ ഈ മരങ്ങളിൽ ചേക്കേറി കൂട് വയ്ക്കുകയും പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടാവുകയും ഒക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ളൊരവസരം കിട്ടുന്നുണ്ട്. നമുക്ക് പലർക്കും വർഷങ്ങൾക്ക് മുമ്പാട് ഇവിടുന്ന് പോയവർ, മലബാറിനൊക്കെ പോയവർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു റോഡോ ഈ ഒരു ജംഗ്ഷനോ എന്ന് ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഈ വഴി എവിടം വരെ ചെല്ലും, അവർ ഇത് വഴി കാണാനായിട്ട് തന്നെ പോകുന്ന ആൾക്കാരെ കാണാം. വിദേശികൾ വരുമ്പോഴത്തേക്ക് വാഹനങ്ങൾ നിർത്തി അവർ ഈ പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുത്ത് പോവുകയും ഈ പിന്നെ കൃഷിയുള്ള സമയത്ത് കൃഷി പിന്നെ നെല്ലും പിന്നെ പാടത്ത് പണിയണതും ആ ഞാറ്റടി പാട്ടും കൊയ്ത്ത് പാട്ടും പറിച്ചടിയിലിൻ്റെ സമയത്തുള്ള പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് പോകുന്നത് ശ്രദ്ധിക്കാറുണ്ട്. കൃഷിക്കാർക്ക് പറയുകയാണെങ്കിൽ വെച്ചൂരിൻ്റെ മറ്റു ഭാഗത്തുനിന്ന് പിന്നെ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ വിലയും ഇവിടുത്തെ ഈ റോഡ് കടന്നു പോകുന്ന സൈഡിലുള്ള നെല്ലിൻ്റെ വിലയും തമ്മിൽ ഒരു കിൻഡലിന് 25 രൂപ 30 രൂപയുടെ വ്യത്യാസമുണ്ട്. അതായത് പിന്നെ വെച്ചൂരിൻ്റെ തെക്കേറ്റം ഭാഗത്തു നിന്ന് അവിടെ വാഹനങ്ങൾ ചെല്ലത്തില്ല. പിന്നെ വള്ളത്തേൽ ആ നെല്ല് കയറ്റി വാഹനം വരുന്ന സ്ഥലത്ത് എത്തിക്കുമ്പോഴത്തേക്കുള്ള ട്രാൻസ്പോർട്ടിങ് ചാർജാണ് ഞാൻ പറഞ്ഞത്. 25 രൂപ 30 രൂപയുടെ ഡിഫറൻസ്. ഇവിടെ റോഡ് സൈഡിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ആ നെല്ല് എത്രയും പെട്ടെന്ന് പിന്നെ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴത്തേക്ക് അവർക്ക് ആ ചുമട്ടുകൂലി തന്നെ 15 രൂപയുടെ ലാഭമുണ്ട്. പണ്ട് 1 ഏക്കറിന് 10 പറ നെല്ല് തന്നെങ്കിൽ അവർക്ക് ഇന്ന് അതിൻ്റെ 10 ഇരട്ടി തിരിച്ചവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അച്ഛൻ ഒരു വലിയ വഴക്കുകൾക്ക് ഇട കൊടുക്കാതെയാണ് ജനങ്ങളെ മിക്കവാറും തന്നെ കമ്മിറ്റി വിളിച്ച് ഒരു പൊതുയോഗമൊക്കെ വിളിച്ചിട്ട് ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് വഴി വേണോ വഴക്ക് വേണോ? വഴി ആവശ്യമുള്ളവർ പറയും ഞങ്ങൾക്ക് വഴക്ക് വേണ്ട, വഴി മതി. ആ ഒരു രീതിയിൽ എത്തിച്ചതിന് ശേഷമാണ് കൂടുതലും അച്ഛൻ വഴി വെട്ടാൻ തുനിഞ്ഞിട്ടുള്ളത്. വഴി വെട്ടാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കടുത്ത എതിർപ്പ് വന്നാലും ഒരിക്കലും അത് വകവെക്കാറില്ല. അത് ഏതെങ്കിലും നേതാക്കന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റിയെ കൊണ്ടോ ഒക്കെ പറഞ്ഞ്
പിന്തിരിപ്പിച്ച് വഴക്കുകാരെയൊക്കെ പിന്തിരിപ്പിച്ച് വഴിവെട്ടുമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതും പറ്റാത്ത അവസ്ഥകളിൽ ബലമായി തന്നെ അച്ഛൻ വഴി വെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില ടെക്നിക്കൊക്കെ പ്രകൃതി. പിന്നെ അച്ഛനെ ഒരു നല്ലൊരു വിഭാഗം ജനത്തിന് പേടിയുണ്ടായിരുന്നു. അച്ഛൻ വന്നാൽ വഴി വെട്ടും എന്നൊരു ഓർമ്മ അവർക്കുള്ളത് കൊണ്ട് അവർ അച്ഛൻ വന്നാൽ പിന്നെ വലിയ ബലത്തിന് പോവുകയല്ല. പിന്നെ വളരെ ചുരുക്കം പേരൊക്കെയുള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ അച്ഛനെ കളിയാക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു. വഴിയച്ഛനെ വിളിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പും വേറെ ഒക്കെ പലതൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആളുകളുടെ ഒരു സ്വഭാവമല്ലേ, അത് നമ്മൾ വായിക്കാൻ പറ്റും. അച്ഛനൊക്കെ കോട്ടയം ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ റോഡുകൾ വെട്ടിച്ച് ഇതിനു വേണ്ടി നടക്കുന്നതുകൊണ്ട് അച്ഛന് ഫ്രീ ഫോട്ടോ പതിച്ച് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെവിടെയും പ്രൈവറ്റ് ബസ്സിൽ അച്ഛന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് വൈക്കത്തു നിന്നുള്ള വഴിയും കൊമരവും ആലപ്പുഴയും മുങ്ങിപ്പോയപ്പോഴും ഈ റോഡ് മുങ്ങിയിട്ടില്ല. അന്ന് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് പിന്നെ കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കും പോയിക്കൊണ്ടിരുന്ന ഏക മാർഗം ഇതാണ്. അച്ഛന് അന്ന് പ്രതിഫലമായിട്ട് വിജയപുരം രൂപ അന്നത്തെ അച്ഛന്മാർക്ക് അത്രേ ശമ്പളമുള്ളൂ. 20 രൂപയായിരുന്നു അച്ഛൻ്റെ ഒരു ദിവസത്തെ കുർബാനപ്പണം. അപ്പോൾ 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം കൂടുമ്പോഴത്തേക്ക് 620 രൂപയോ അല്ലെങ്കിൽ 600 രൂപയോ ആണ് കിട്ടിയിരുന്നത്. ആ പൈസയും കൊണ്ടുവന്ന് ഈ റോഡിന് വേണ്ടിയിട്ട് അദ്ദേഹം വിനിയോഗിക്കുകയായിരുന്നു. ഭക്തിയുടെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹം എന്നും കുർബാന ചെല്ലുമ്പോൾ ഇടയാഴമ്പള്ളിലോ വെച്ചുപ്പള്ളിലോ ഒക്കെ പോയി കുർബാന ചെല്ലുമ്പോഴത്തേക്ക് കുരിശിൻ്റെ വഴി, നമ്മൾ സാധാരണ നോയമ്പ് പിടിക്കുമ്പോഴാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത്. പക്ഷേ അദ്ദേഹം എന്നും കുരിശിൻ്റെ വഴി നടത്തുമായിരുന്നു ഒറ്റയ്ക്ക്. അതിനുശേഷം കുർബാന ചെല്ലുമായിരുന്നു. കുർബാന ചൊല്ലി ശേഷം ഇങ്ങോട്ട് ഒരു സൈക്കിളുണ്ട്, ഒരു ഹെർക്കുലീസ് സൈക്കിളുണ്ട്. ആ സൈക്കിൾ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അച്ഛനൊരു ഓഫീസുണ്ട്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു. അവിടെ വരുമ്പോൾ ആ വേലിക്കിലേക്ക് ആ ലോഹ ഊരി ഇട്ടിട്ട് നേരെ കിഴക്കോട്ട് പോയി ഇട്ടിരിക്കുന്ന പാൻറ്റോളും ബനിയനും ആയിരിക്കും പിന്നെ ബാലൻസ് ഉള്ളത്. കട്ട പിന്നെ പണിക്കാരെ അടുത്ത് പിന്നെ മറിച്ച് ഇങ്ങനെ വള്ളത്തെ കൊണ്ടുവന്നിട്ട് മറിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ പോയി മറിക്കും. അതല്ല കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ കോൺക്രീറ്റ് കെട്ടി പിന്നെ പണിക്കാരുടെ കൂട്ടത്തിൽ പോയി പണിയും. അപ്പം ആരെങ്കിലും അച്ഛനെ പരിചയമില്ലാത്തവരോട് വന്നു കഴിഞ്ഞാൽ അച്ഛനാണോ പണിക്കാരാണോ എന്നറിയാൻ മേലാത്തൊരവസ്ഥയിലായിരുന്നു. പലരും ചേട്ടാന്ന് പോയി അച്ഛനെ പിന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും അത് നിങ്ങൾ കാണാൻ പോകുന്ന അച്ഛൻ അതാണ്, ചേട്ടനല്ല അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഒരിക്കൽ കുന്നശ്ശേരി പിതാവ് ഇവിടെ ഈ ഇടയാഴത്ത് പിന്നെ കലറപ്പള്ളിയുടെ പിന്നെ ഭാഗമായിട്ട് കുറച്ച് വീടുകളുണ്ടായിരുന്നു. ആ ഭവന സദസ്സിന് വന്നപ്പോഴത്തേക്ക് പിതാവ് പിന്നെ അച്ഛനെ കണ്ട്. അപ്പം പിതാവ് അച്ഛനോട് ആയിട്ട് പറഞ്ഞ് വിരുത്തി ഈ വഴിയും വെട്ടി നടന്നാൽ മതി, പള്ളിയൊന്നും ഭരിക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അച്ഛൻ്റെ മറുപടി, പിതാവേ ഞാൻ വഴിവെട്ടി പോവാം. പുറകെ പിതാവ് സത്യവും ജീവനുമായിട്ട് എൻ്റെ പുറകെ വന്നാൽ മതി. അപ്പോൾ തമ്പുരാൻ കർത്താവ് പറഞ്ഞ മുഴുവനായി വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ വാചകം അവിടെ പിന്നെ പൂർത്തിയായി. അങ്ങനെ പലവിധത്തിലും ആൾ മോശമല്ല. ഈ കല്ലറ വെച്ച റോഡ് മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്, പിന്നെ ഏതാണ്ട് 750-800 കിലോമീറ്റർ റോഡ് അദ്ദേഹം വിട്ടിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ. അച്ഛൻ പറയുമായിരുന്നു ഈ റോഡ് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, ഈ ദിക്വാസികളെ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് പണിയെടുക്കേണ്ടവർക്ക് പണിയെടുക്കാം, നിങ്ങളുടെ പിന്നെ കുട്ടികളെ മറ്റു പ്രദേശങ്ങളിൽ വിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു. പക്ഷെ അന്ന് അത് നമുക്കാർക്കും അത്രയ്ക്ക് ബോധ്യം വന്നില്ല. ഇന്നിപ്പോൾ ഈ കല്ലറ വെച്ച റോഡിൽ കൂടെ രാവിലെ 8 സ്കൂളിലെ വാഹനങ്ങൾ, സ്കൂൾ ബസ് തന്നെ പോകുന്നുണ്ട്. അച്ഛൻ ആ പുസ്തകം എഴുതാനായിട്ട് വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അച്ഛൻ മണ്ണക്കനാട് പള്ളി വികാരിയായിരുന്ന സമയത്ത് അവിടെ വെള്ളമില്ലായിരുന്നു പള്ളിയിൽ. അന്ന് റവറൻ ഫാദർ ജോർജ് പരുവനാടി എന്ന ഒരു അച്ഛൻ അവിടെ കിണറിന് സാധനം കാണാൻ ചെന്ന് അച്ഛൻ താക്കോൽ കൂട്ടം ഉപയോഗിച്ച് കിണറിന് സാധനം കാണുന്നത് അച്ഛന് കാണാനിടയായി. അന്നേരം അച്ഛന് തോന്നി ഇത് എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ, എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിച്ചപ്പം അച്ഛനും അതിനുള്ളൊരു കഴിവ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെണ്ടുലമാണ്. അത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ടുലം ഇവിടെ എൻ്റെ കൈവശം ഉണ്ട്. അച്ഛൻ ഇങ്ങനെ പെണ്ടുലം പിടിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര അടി മണ്ണുണ്ട്, എത്ര അടി പാറയുണ്ട്,
എന്നാ ഫോഴ്സിൽ വെള്ളം കിട്ടും എന്നൊക്കെ അച്ഛൻ കൃത്യമായി പറയുമായിരുന്നു. അതുപോലെ മരങ്ങളിലെ പൂപ്പലും മരങ്ങളുടെ ഇലയിൽ വെള്ളം ലോഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ കണ്ട് അച്ഛൻ കൃത്യമായി ആ പറമ്പിൽ വെള്ളമുണ്ടോ, അത് ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായിട്ട് പറയുമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് കിണറുകൾക്ക് സ്ഥാനം കണ്ടിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിൽ നിന്നും പറമ്പിലെ മണ്ണോ ഒരു കല്ലോ കൊണ്ടോ കൊടുത്താൽ അതേ നോക്കി അച്ഛൻ വെള്ളം ഉള്ള പറമ്പാണോ എന്ന് കൃത്യമായിട്ട് പറയുമായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, ഈ റോഡ് വെട്ടാനായിട്ട് ആദ്യകാലങ്ങളിലെ വട്ടക്കമ്പും കപ്പക്കോലും പാടത്തൂടെ കുത്തി നടന്ന സമയത്ത് ചായക്കടകളിലും കള്ളുഷാപ്പുകളിലും ഇരുന്ന ആളുകൾ എന്നെ പരിഹസിക്കുമായിരുന്നു. കാരണം കുറേ വട്ടന്മാരിങ്ങനെ വഴിയെ പാടത്തൂടെ ഇറങ്ങി നടപ്പുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ഞാൻ സംസാരിക്കുന്നു എന്നും പറഞ്ഞാണെന്ന് അവിടെ അച്ഛൻ പ്രസംഗിച്ചത്. അച്ഛൻ പറയുമായിരുന്നു, ആ റോഡ് അവിടെ ഭാവന ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ കൂടുതലും പാടത്ത് ഒഴുന്ന പോത്തും കുറേ താറാവും കണ്ട് മാത്രമാണ് നടക്കുന്നത്. അവിടെയുള്ള പിള്ളേർ കോളേജിൽ പോയി പഠിച്ച്, പെൺപിള്ളേർ പ്രത്യേകിച്ചും വല്ല നേഴ്സിങ്ങിനുമൊക്കെ പോയി രക്ഷപ്പെടണം. അതുപോലെ അവിടെയുള്ള നാട്ടുകാർക്ക് ഈ ഭാഗത്ത് നെൽകൃഷിയുടെ സമയം കഴിഞ്ഞാൽ യാതൊരു ജോലിയില്ലാതെ വെറുതെ കുത്തിയിരിക്കുക. അപ്പോൾ അവർക്ക് പുറം ലോകത്തെന്ന് ഉദ്ദേശിക്കുന്നത് കല്ലറ, അവിടെ നിന്ന് ഇറങ്ങി കല്ലറ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കരപ്രദേശത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് പറമ്പിപ്പണിയായി, കെട്ടിടം പണിയായി. ഇപ്പം ഇവിടെ എൻ്റെ ഈ വീടുമൊക്കെ പണിത് അവിടെ ഇടയാഴം വെച്ചൂർ ഭാഗത്തു നിന്നുള്ള പണിക്കാരാണ് കൂടുതലും. കാരണം അവിടുന്ന് അവർക്ക് സൈക്കിളെ വരാനായിട്ട് ഇപ്പം വളരെ നല്ല സൗകര്യത്തിൽ സൈക്കിളിലും സ്കൂട്ടറിലൊക്കെ വരാൻ പറ്റുന്നു. അപ്പം അങ്ങനെ പുറത്ത് പോയി പണിത് അവർക്ക് ജീവിക്കാൻ പറ്റും എന്ന ഒരാശയമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പാലാരൂപതയിലെ മാൻവട്ടത്തുള്ള സെൻറ്റ് ജോർജ് ദേവാലയത്തിലാണ് വഴിയച്ഛൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ സെബാസ്റ്റ്യൻ വിരുതിയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം നമുക്കായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. എനിക്ക് 42 വയസ്സുള്ളപ്പോഴൊക്കെയാണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെയൊക്കെ ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന ഒരു കാരണക്കാരെന്ന് പറയുന്നത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വിരുത്തിയിലാണ്. മൂത്ത ജ്യേഷ്ഠൻ, അച്ഛൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഫാദർ സെബാസ്റ്റ്യൻ വിരുത്തിയിൽ. അച്ഛൻ പാലാരൂപതയിലെ സേവനം ചെയ്തു. വഴിയച്ഛൻ മരിക്കുന്നതിന് 2 വർഷം മുമ്പാണ് മരിച്ചത്, 2006. ആദ്യകാലത്ത് കല്ലറയിലെ ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്ന കാലത്ത് 1968 ആദ്യമായിട്ട് സ്വരാജ് കമ്പനിയുടെ ബസ് സർവീസ് കല്ലറയ്ക്ക് അനുവദിപ്പിച്ചു കൊണ്ടുവന്നത് അച്ഛനാണ്. ജ്യേഷ്ഠൻ അച്ഛനാണ്. അത് കണ്ടാണ് ഈ രംഗത്തേക്കൊക്കെ കടന്നു വരാനായിട്ട് ഒരു പ്രചോദനം വഴിയച്ഛന് ലഭിച്ചത്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വഴിവെട്ടും വഴിവഴക്കുകളും എന്ന ഒരു ഗ്രന്ഥം രചിക്കാൻ അത് തയ്യാറാക്കി വെച്ചിരുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. അപ്പം അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പല റോഡുകളെ പറ്റിയും അനുഭവങ്ങളും. അത് ഇനിയെങ്കിലും അത് പൊടിതട്ടി പ്രസിദ്ധീകരിക്കണമെന്ന് ഒരു ചെറിയ ആലോചന നടക്കുന്നു. അപ്പം എഴുതിയ പുസ്തകം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? അതെല്ലാം എൻ്റെ കൈവശമുണ്ട്. ശരി. ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നതുകൊണ്ട് എൻ്റെ കൈവശം തന്നെ ഉണ്ട്. ഇനി അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ അച്ഛൻ എന്നാണ് മരിക്കുന്നത്? അതിനുശേഷം ആ മരിച്ച ദിവസത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ഓർമ്മകളൊന്ന് പറയാം. അച്ഛൻ തിരുവനന്തപുരത്ത് പാളയം സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് വിശുദ്ധവാര കർമ്മങ്ങളിലും അതുപോലെ ക്രിസ്മസ് കാലത്തുമൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലൊക്കെ റോഡുകളുടെ കാര്യത്തിന് പോകുമ്പോൾ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്നത് പാളയം പള്ളിയിലാണ്. അവിടെ അവസാന കാലത്ത് വികാരിയായിരുന്നത് സി ജോസഫ് അച്ഛനാണ്. അച്ഛൻ്റെ കാലത്ത് സി ജോസഫ് അച്ഛൻ അത് കഴിഞ്ഞിട്ട്
CBCIയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബഹുമാന്യ വൈദികനാണ്. വഴിയച്ഛനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ 79ാമത്തെ വയസ്സിൽ അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വരികയും സി ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. അതിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം ബിഷപ്പായിരുന്ന സൂസപ്പാക്യം തിരുമേനിയാണ്. സൂസപ്പാക്യം തിരുമേനിയും അച്ഛനുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സയ്ക്ക് ശേഷം അവിടുന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുകയും മുട്ടിയറ ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടുത്തെ ചികിത്സ കൊണ്ടും അച്ഛനെ എഴുന്നേക്കാൻ ഉള്ള സാധ്യതയൊന്നും ഉണ്ടായില്ല. വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഞങ്ങൾ സംരക്ഷിക്കുകയാണ് ചെയ്തത്. 2008 മാർച്ച് 3 അച്ഛൻ മരിച്ചത്. വിജയവരൻ രൂപത അംഗമെന്ന നിലയിൽ രൂപതയിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനായതുകൊണ്ട് അച്ഛനെ അടക്കിയത് വിജയവരൻ രൂപത മെത്രാനായ മാർ സെബാസ്റ്റ്യൻ തേക്കത്തച്ചേരി പിതാവാണ്. അന്ന് ചരമപ്രസംഗം നടത്തിയത് വിജയവരൻ രൂപതയിലെ സെമിനാരി റെക്ടറായിരുന്ന മറ്റത്തിലച്ഛനാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കോട്ടയം മെത്രാനായിരുന്ന മാർ കുര്യാക്കോസ് കുന്നശ്ശേരി, ഈ പിതാക്കന്മാരൊക്കെ വന്ന് വീട്ടിൽ വന്ന് ഓഫീസ് ചെല്ലുകയും പ്രസംഗം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ റോഡ് വെട്ടിയ പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി സാധുക്കളായ മനുഷ്യർ പോലും വളരെ ദുഃഖത്തോടുകൂടി അച്ഛനെ വന്ന് കാണുകയും അന്ത്യവേല അർപ്പിക്കുകയും ചെയ്തു. അതുപോലെ വിലാപയാത്രയിലൊക്കെ ഭയങ്കരമായ ഒരു ജനാവലി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് അച്ഛനെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചില ആളുകളൊക്കെ അച്ഛനെ പറ്റി പറയുകയും അച്ഛനെ കല്ലറ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ അച്ഛന് ഈ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാതി ഇല്ലായിരുന്നു, മതവും ഇല്ലായിരുന്നു, വർഗവും ഇല്ലായിരുന്നു. അത് ഹരിജനങ്ങളായാലും ശരി, പിന്നെ മുസ്ലിംസ് ആയാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, അച്ഛനും എല്ലാവരും മനുഷ്യരായിരുന്നു. ആ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വഴി വേണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ആഹാരമാണെങ്കിലും ആരെന്ത് കൊടുത്താലും വാങ്ങി കഴിക്കുന്നൊരു സ്വഭാവമാണ്. പിന്നെ ഇവിടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന ആദർശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകാർ എല്ലാ വർഷവും അച്ഛൻ്റെ ചരമേതരമായ ഒരു ഫ്ലെക്സ് വയ്ക്കാറുണ്ട്. ആ ഫ്ലെക്സ് റോഡിൽ വയ്ക്കുമ്പോഴത്തേക്ക് അന്ന് ഈ റോഡിന് വേണ്ടിയിട്ട് പണിത പ്രായമുള്ള ആൾക്കാർ പോകുമ്പോൾ അച്ഛൻ്റെ ആ പടത്തെ നോക്കി പിന്നെ ഒരു നമസ്കരിക്കാതെ കടന്നു പോകാറുണ്ട്. കാരണം അവർ അത്ര ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് പിന്നെ കടന്നു പോകുന്നത്. പക്ഷേ ഏക്കാലും കല്ലറ പഞ്ചായത്തുകാർ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി അച്ഛൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ പെരുന്തുരുത്ത് പാലത്തിൻ്റെ പറ്റേ സ്ഥാപിക്കാൻ സാധിച്ചത് ഈ നാട്ടുകാരുടെ ജനങ്ങളുടെ ഒരു നന്ദി പ്രകടനമായിട്ട് അച്ഛൻ്റെ ആത്മാവ് സ്വീകരിക്കും. കല്ലറ വെച്ചൂർ ഹൈവേ റോഡ് ആരംഭിക്കുന്നത് കല്ലറ പഴയ പള്ളിയുടെ മുമ്പിൽ നിന്നാണ്. വഴിയച്ഛൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കല്ലറ പഴയ പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വിശുദ്ധ കുരിശിലേക്ക് നോക്കി അച്ഛൻ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. താൻ കടന്നുപോയ കുരിശിൻ്റെ വഴികളിൽ സഹനങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ പിന്നിലുള്ളവർക്ക് സന്തോഷത്തിൻ്റെ സുഗമമായ ഒരു വഴിവെട്ടി കൊടുക്കുവാൻ അച്ഛന് സാധിച്ചതിൽ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛൻ ഈ ഹൈവേയിൽ കല്ലറ വെച്ചൂർ റോട്ടിൽ നിൽക്കുകയാണ്. ആയിരങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഫാദർ തോമസ് വിരുതിയിൽ എന്ന വഴിയച്ഛൻ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
എന്താണ് ഈ കാണണതേ വയലിൻ നടുവിൽ കാണണതേ അയ്യയ്യോ റോഡാണേ വെച്ചൂർ കല്ലറ റോഡാണേ നൂറുകണക്കിന് ഹരിജന വീടുകൾ തിങ്ങിപ്പാർക്കും തുരുത്തുകളെ കോർത്തിണക്കിയ റോഡാണേ വെച്ചൂർ കല്ലറ റോഡാണേ വെള്ളവുമില്ല വെളിച്ചവുമില്ല രോഗം വന്നാൽ ചികിത്സയുമില്ല ഇതെന്ത് ന്യായം സർക്കാരേ മറുപടി പറയൂ സർക്കാരേ